ലാൽ സലാം. സഞ്ജു സാംസൺ കൊളുത്തിയ തീ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലും ആളിപ്പടരുകയാണ്. വേറെയൊന്നുമല്ല, മോഹൻലാലിനെ കുറിച്ചുള്ള ആ ഒരു വാക്കാണ്. കഴിഞ്ഞ ദിനത്തിലെ, അതായത് ബംഗ്ലാദേശുമായിട്ടുള്ള ആ ഒരു മത്സരത്തിൽ സഞ്ജു സാംസൺ, ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാളായ സഞ്ജു സാംസണെ ഇറക്കിയത് 8ാം സ്ഥാനത്താണ്. നമുക്കറിയാം, ഒരു ഓപ്പണറായിട്ടാണ് അദ്ദേഹം കളിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ കളിയൊക്കെ ക്രിക്കറ്റ് കാണുന്ന എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അങ്ങനെ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യം, സ്ഥിരതയില്ലാത്ത രീതിയിൽ BCCI അദ്ദേഹത്തിനെ പല സ്ഥലങ്ങളിൽ ഇറക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ്: യു നോ അബൌട്ട് വൺ ആക്ടർ അവർ മോഹൻലാൽ എന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് 40 വർഷമായി അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്നു. അദ്ദേഹം പല പല റോളുകൾ ചെയ്യുന്നു, ചിലപ്പോൾ നായകൻ, ചിലപ്പോൾ വില്ലൻ, അങ്ങനെയുള്ളത്. അപ്പോൾ അദ്ദേഹം കെട്ടുന്ന പോലെ ഒരു വേഷം കെട്ടാൻ താനും തയ്യാറാണ് രാജ്യത്തിന് വേണ്ടി. ചിലപ്പോൾ വില്ലനായോ കോമാളിയായോ ഒക്കെ നിൽക്കാൻ അദ്ദേഹവും തയ്യാറാണ് എന്നുള്ളൊരു കാര്യം. ആ ഒരു വാക്കിന് ശേഷം പിന്നീട് നമ്മൾ കണ്ടത്, ഇന്ന് ക്രിക്കറ്റ് ലോകം മുഴുവൻ മോഹൻലാലിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ്. ഹർഷ ഭോഗ്ലെ പോലെയുമുള്ള ആളുകൾ പോലും ആ ഒരു കാര്യത്തിലേക്ക് പറയുകയാണ്. അതെ, മോഹൻലാൽ ക്യാൻ ബി എ വില്ലൻ എന്നുള്ള ലെവലിൽ പറയുമ്പോൾ അത് അവർ ആഗ്രഹിക്കുന്ന ലെവലിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നു. അതുപോലെ തന്നെ സഞ്ജുവിനും ഏത് രീതിയിലും എവിടെയും വേണമെങ്കിൽ 11ാമനായിട്ട് ഇറങ്ങിയും സഞ്ജു കളിക്കുമെന്നുള്ളതും പറയുകയാണ്. അപ്പോൾ ഇന്ന് സഞ്ജു കൊളുത്തിയ ആ ഒരു തീ കേരളത്തിൽ നിന്ന് അങ്ങ് ആളിപ്പടർന്ന്, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റിൻ്റെ മൈതാനത്തിൽ നിന്ന് ആളിപ്പടർന്ന് ലോകമെമ്പാടും ക്രിക്കറ്റ് കളിക്കുന്ന, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ലോകങ്ങളിലെല്ലാം തന്നെ സെർച്ച് ചെയ്യപ്പെടുകയാണ് ആരാണ് ഈ മോഹൻലാൽ എന്നുള്ളതും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ കാര്യങ്ങളുമെല്ലാം വീണ്ടും വീണ്ടും വൈറലാകുകയാണ്. ഇതിനോടകം തന്നെ ഈ വർഷം അദ്ദേഹം 3 100 കോടി ക്ലബിലുള്ള ചിത്രങ്ങളിലാണ് അഭിനയിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ഹാട്രിക് 100 കോടി അടിക്കുമ്പോഴും 2 തിയേറ്ററുകളിൽ നിന്ന് 100 കോടി അടിച്ചപ്പോൾ മറ്റൊന്ന് ബിസിനസ് അടക്കം തിയേറ്ററുകളിൽ നിന്നും 100 കോടി എത്തിയിരിക്കുകയാണ്. അങ്ങനെ സഞ്ജു പറഞ്ഞ ആ ഒരു തീയിൽ നിന്ന്, അല്ലെങ്കിൽ കൊളുത്തിയ തീയിൽ നിന്ന് ലോകമെമ്പാടും ലാലേട്ടൻ്റെ ആ ഒരു പേര് ആളിക്കത്തുകയാണ്. ഇന്ത്യക്കകത്തൊരു ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള മുഹൂർത്തം എന്ന് തന്നെ പറയാം. ഇതിനു മുമ്പും ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം ലോകം മുഴുവൻ അറിയുന്നത് ആദ്യമായിട്ട് എന്ന് തന്നെ പറയാം. അതും സഞ്ജു കൊളുത്തിയ തീയിൽ നിന്ന് തന്നെ. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.